നമസ്കാരം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ദേവാദിദേവനായ മഹാദേവന്റെ ശിവരാത്രി ദിനം ആഘോഷിക്കുകയാണ്. ശക്തി സ്വരൂപനും ജഗത്തിന് അധിപനുമായ മഹാദേവൻ പാർവതി ദേവിയോടൊപ്പം ഇളം കൊണ്ട് ഇളകല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ പുണ്യദിനത്തിൽ അരങ്ങേറ്റം കുറിക്കുവാൻ അവസരം നൽകിയ അമ്പലം ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. ധൃതം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഭരതനാട്യ അരങ്ങേറ്റത്തിലേക്ക് വിശിഷ്ട അതിഥികൾ, ധൃതത്തിന്റെ ഫൗണ്ടർ, ഡയറക്ടർ, നൃത്ത അധ്യാപിക കൂടിയായ ആര്യ എസ്, ഇവിടെ അരങ്ങേറുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പുളുമുക്കിന് പ്രവർത്തിച്ചു വരുന്ന ധൃതം ഡാൻസ് അക്കാദമി കുട്ടികൾക്ക് നിരവധി വേദികൾ സമ്മാനിച്ചിട്ടുണ്ട്. നൃത്തം എന്ന കലയെ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായതാണ് ധൃതം ഡാൻസ് അക്കാദമി. 36 കുട്ടികളോളം പഠിക്കുന്ന അക്കാദമിയിൽ ഓൺലൈൻ ക്ലാസുകളും ലഭ്യമാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ധൃതത്തിലെ കുട്ടികൾ നാഷണൽ ലെവൽ ഓൺലൈൻ കോമ്പറ്റീഷനിലും സ്കൂൾ ഉപജില്ലാ കലോത്സവങ്ങളിലും പങ്കെടുത്ത് സമ്മാന അർഹരായിട്ടുണ്ട്. കലാക്ഷേത്ര ബാണിയിൽ ഭരതനാട്യത്തിന് പ്രാധാന്യം നൽകുന്ന അക്കാദമി കലോത്സവ ഇനങ്ങൾക്ക് പ്രത്യേക ക്ലാസുകൾ നൽകുന്നു. ഞങ്ങളുടെ ധൃതം ഡാൻസ് അക്കാദമിയുടെ ഫൗണ്ടർ, ഡയറക്ടർ, അതുപോലെ തന്നെ ഞങ്ങളുടെ നൃത്ത അധ്യാപിക കൂടിയായ ആര്യ എസിനെ സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. എൻ്റെ പേര് ആര്യ. ധൃതം ഡാൻസ് അക്കാദമിയുടെ നൃത്യാധ്യാപികയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി എന്നോടൊപ്പം സഞ്ചരിച്ച് നൃത്തത്തെ തൊട്ടറിഞ്ഞ് അരങ്ങേറ്റത്തിന് പ്രാപ്തരായിരിക്കുകയാണ് എൻ്റെ 6 കുട്ടികൾ. അവരുടെ തികഞ്ഞ പരിശ്രമവും ചിട്ടയായ പരിശീലനവും നൃത്തത്തോടുള്ള ആത്മാർത്ഥതയും ഒപ്പം അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ടുമാണ് ഇന്ന് ഈ വേദിയിലേക്ക് അവരെ എത്തിച്ചത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു ഭരതനാട്യം ഡാൻസറാണ്. അതുകൊണ്ട് തന്നെ ഭരതനാട്യം എന്ന കലയും സംസ്കാരത്തെയും നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് എത്തിക്കുക. ഒപ്പം ഈ കാണുന്ന വേദികളല്ലാതെ ഇതിനപ്പുറം ഒരുപാട് വേദികളും കോമ്പറ്റീഷൻസും ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചത്. 4 കുട്ടികളിൽ തുടങ്ങി ഇന്ന് 36ഓളം കുട്ടികൾ എൻ്റെ അക്കാദമിയിലുണ്ട്. അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ കയ്യടിയും ഇന്നിവിടെ ഈ വേദിയിൽ അവർക്ക് നൽകുന്ന വലിയ പ്രചോദനമാണ്. ജഗദീശ്വരൻ ഏറ്റവും നല്ല രീതിയിൽ ഈ അരങ്ങേറ്റം പൂർത്തിയാക്കാൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വരികൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. ശ്രീ രാജേഷിന്റെയും ശ്രീമതി പ്രിയയുടെയും മകൾ അഭിനന്ദ. ശ്രീ ബിനുവിന്റെയും ശ്രീമതി സൗമ്യയുടെയും മകൾ അരുന്ധതി. ശ്രീ ലിജോയുടെയും ശ്രീമതി സുമിയുടെയും മകൾ അസ്ന. ശ്രീ സുരേഷിന്റെയും ശ്രീമതി ചിഞ്ചുവിന്റെയും മകൾ വേദ. ശ്രീ ശ്രീകുമാറിന്റെയും ശ്രീമതി രഞ്ജിനിയുടെയും മകൾ കീർത്തന. ശ്രീ സജിത്തിന്റെയും ശ്രീമതി സുമയുടെയും മകൾ അശ്വിത. വിഘ്നവിനാശകനായ ഗണേശനെ സ്തുതിക്കുന്ന പുഷ്പാഞ്ജലിയാണ് ആദ്യ നാട്യ രാഗത്തിലും ആദ്യ താളത്തിലുമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രംഗത്ത് അസ്ന റോസ്, അരുന്ധതി, കീർത്തന, അശ്വിത, വേദ, അഭിനന്ദൻ. Tam kita tak 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 tak
ദിത്തോടങ്ക തക്കുത്താം ധീം 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 കിടതക ദിത്തോടങ്ക ദിക്കുത്തേതാം താം താം കിടതക തക്കുടങ്ക തക്കുത്താം ധീം 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 കിടതക ദിത്തോടങ്ക ദിക്കുത്തേതാം താം 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 കിടതക തക്കുടങ്ക തക്കുത്താം ധീം 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 കിടതക ദിത്തോടങ്ക ദിക്കുത്തേതാം താം 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 കിടതക തക്കുടങ്ക തക്കുത്താം തത്തോടകതാം തൻ 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 ദിം 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 തകതോടങ്ക തക്കുത്തായതേ തത്തോടകതാം തൻ 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 ദിം 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 തകതോടങ്ക തക്കുത്തായതേ ദിം 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 തയ്യേ ദിഗ 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 ദോഹസ്തങ്ക ദിഗ 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 ദോഹസ്തങ്ക ദിഗ ദോഹസ്തങ്ക തകതുങ്ക ദിം 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 തയ്യേ ദിഗ 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 ദോഹസ്തങ്ക ദിഗ 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 ദോഹസ്തങ്ക ദിഗ ദോഹസ്തങ്ക തകതുങ്ക കുച്ച കിട്ട കിണ്ണ തുങ്ക ദോ ദോ തകതാം തോതി തോതി കുത്തക്ക തോ തോ തകതാം തോതി സം താം ദിം 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 തകതോടങ്ക തക്കുത്താതേ മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ പാദ നമസ്തേ ദിക്കുത്താം ദിക്കുത്താം ദിക്കുത്തത്തരിരത്തത്താം കുതകിടകിണ തുക തോ തോ തകതാം തോ തോ തകതാം തോരേ മൂഷിക വാഹന മോദഗയസ ചാമരകർണ വിളംബിത സൂത്ര മൂഷിക വാഹന മോദഗയസ ചാമരകർണ വിളംബിത സൂത്ര ദിക്കുത്താം ദിക്കുത്താം ദിക്കുത്തത്തരിരത്തത്താം കുതകിടകിണ തുക തോ തോ തകതാം തോ തോ തകതാം തോരേ വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ
ചെയ്യുന്ന നൃത്ത ഇനമാണ് അല്ലാരിപ്പ്. നെക്ക് മൂവ്മെന്റ്സിൽ തുടങ്ങി ചടുല താളങ്ങളിൽ കടന്ന് തീർമാനത്തിൽ അവസാനിക്കുന്നു. അടുത്തതായി വേദിയിൽ അല്ലാരിപ്പ് ചെയ്യുവാനായി അസ്ന റോസ്, അരുന്ധതി ബി, കീർത്തന, അഭിനന്ദ, അശ്വിത, വേദ സുരേഷ്. ta tei tei yum ta tam kita ta ka ta tei tei yum ta tam kita ta ka tam ne tam kita ta ka tei ta tei kita ta ka tam ne tam kita ta ka tei ta tei kita ta ka tam de ta tei tam de ta tei tam de ta tei tam thế ta tây tất tây tổng 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 thế tổng cái ta cái tây tất tây cái ta cái tổng thế tổng cái ta cái tây tất tây cái ta cái tổng ta tây tất tây tổng đất ta tây tất tây tổng đất ta tây tất tây tổng đất ta tây tất tây tổng thế 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 tổng cái ta cái tây tất tây cái ta cái tổng thế tổng cái ta cái tây tất tây cái ta cái tổng đất ta tây tất tây 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 ta sẽ chấm cái đó chấm cái check cái tây ta tình hình nó tụng ta cất ta tình hình nó tụng ta cất tích của ta tiếng kia là tụng cộng dùng ta tổng ഒരു പ്രത്യേക രാഗത്തിലും താളത്തിലും കോർത്തിണക്കിയ കോർവൈകൾ തീർമാനത്തിൽ അവസാനിക്കുന്ന ഇനമാണ് ജതിസ്വരം. ഇവിടെ കുട്ടികൾ ചെയ്യുന്നത് രാഗം ആരബിയിലും ആദി താളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ജതിസ്വരമാണ്. ജതിസ്വരവും അല്ലാരിപ്പുമാണ് ഒരു ഭരതനാട്യ കച്ചേരിയിലെ നർത്തകരെ ഊർജ്ജസ്വലരാക്കുന്ന ആദ്യ ഇനങ്ങൾ. വേദിയിൽ അസ്ന റോസ്, അഭിനന്ദ, അരുന്ധതി, കീർത്തന, അശ്വിത, വേദ സുരേഷ്. na
sa sa ni da da ba ba ma ga re re sa sa re sa pa ma da pa ma pa da sa sa ni da da ba ba ma ga re re sa sa re sa lam ku tak de ku tak ta de ki da to ta ku dhan ku tak dhan ku kin ku tak tak ki da jam tak ta de ta 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 ku dhan ku tak dhan ku kin ku tak tak ki da jam tak ta de ta 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 jam tari jat tari da ta jam tak de ku ka da ka dum ta ta jam tak de ku ka da ka dum ta ta jam tak de ku ka da ka dum ta sa ni ga da ba ba ma ga re re sa sa re sa pa ma da pa ma pa da sa sa ni ga da ba ba ma ga re re sa sa re sa pa ma da pa ma pa da sa sa ni ga da ba ba ma ga re re sa sa re sa pa ma da pa ma pa da sa sa ni ga da ba ba ma ga re re sa sa re sa pa ma da pa ma pa da sa sa ni ga da ba ba ma ga re re
ശബ്ദം. ഈ വാക്ക് നമുക്ക് അത്ര പരിചിതമല്ല. ഭരതനാട്യ മാർഗത്തിലെ അഭിനയ പ്രാധാന്യമുള്ള ആദ്യ ഇനമാണ് ശബ്ദം. ഇതിന്റെ വരികൾ വളരെ ലളിതമാണ്. നീലമയിലേറി വരുന്ന ശങ്കരപുത്രനെ വർണ്ണിക്കുന്ന ശബ്ദമാണിത്. രാഗം രാഗമാലിക, മിശ്ര ചാപ്പുതാളം. உருவமும் செஞ்சாதிட்டு திலகம் சந்தனம்
காட்சி என்னே எந்த நெஞ்சமகிழவே கஞ்சமழைக்கு நேசிக்கும் காட்சி என்னே எந்த நெஞ்சம் மகிழவே கஞ்சமழைக்கு நேசிக்கும் காட்சி என்னே நேசிக்கும் காட்சி என்னே நேசிக்கும் காட்சி என்னே தளங்குதும் தருகினதும் தகத்த ஜாந்தரி ஜாந்தரம் தரி தகதீம் தக ஜாந்தரி ஏனும் திளைவாவும் தின்ற சுவையார் திளை புலம் நாடி வந்தார் ஏனும் திளைவாவும் தின்ற சுவையார் திளை புலம் நாடி வந்தார் எழுத்தெழுது தமிழ் புற பெண்ணை மணந்திட தேடியே ஓடி வந்தார் எழுத்தெழுது தமிழ் புற பெண்ணை மணந்திட தேடியே ஓடி வந்தார் தேடியே ஓடி வந்தார் தேடியே ஓடி வந்தார் தளங்குதும் தருகினதும் தகத ஜாந்தரி ஜாந்தரம் தரி தகதீ தக ஜாந்தரி முத்தோடு ரத்தினம் வைத்து பறித்தனல் மோகன புன்னகையும் முத்தோடு ரத்தினம் வைத்து பறித்தனல் மோகன புன்னகையும் கடற்கத்தும் கோயில் சூழ் கந்த புரிவன கந்தரே வருக கடல் கரத்தும் கோயில் சூழ் கந்த புரிவன கந்தரே வருக கந்தரே வருக கந்தரே வருக தளங்குதும் தருகினதும் தத்திந்தம் தகுதரிகிட தக தகதிந்தம் தகுதரிகிட தக தகதரிகினதும் 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 ததையாதை தத்ததா അടുത്തതായി വർണ്ണമാണ് വേദിയിൽ. ഭരതനാട്യ കച്ചേരിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇനമാണ് വർണ്ണം. ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കാൻ പോകുന്നത് ചാരുകേശി വർണ്ണമാണ്. കൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണമാണ്. ഇതിൻ്റെ ഇതിവൃത്തം ഞാൻ വേഗത്തിലൊന്ന് പറയാം. ഇന്നും എൻ മനം അറിയാത്തവർ പോൽ ഇരുന്തിയിടൽ ന്യായമാ. ഇന്നും എൻ്റെ മനസ്സ് അറിയാത്ത ഒരാളെ പോലെ ഇരിക്കുന്നത് ന്യായമാണോ കൃഷ്ണ എന്ന് ഗോപികമാര് വിവിധങ്ങളായ ഭാവങ്ങളിൽ ചോദിക്കുകയാണ്. ശൃംഗാരത്തിലും ഹാസ്യത്തിലും രൗദ്രത്തിലും ഗോപികമാര് കൃഷ്ണനോട് ഈ ചോദ്യം ചോദിക്കുന്നു. അനുപല്ലവിയിൽ മുന്നം പായിன்றതോ ഈ നാടകമെല്ലാം മുന്നേ പ്ലാൻ ചെയ്തതാണോ ഈ നാടകമൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്? ആ ഭാഗത്ത് 4 കഥാസന്ദർഭങ്ങളാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്. 1, കുചേലൻ കൃഷ്ണനെ കാണുവാൻ വരുന്നത്. 2, കൃഷ്ണൻ ഒരു വളക്കാരൻ്റെ രൂപത്തിൽ വന്ന് ഗോപികയെ പറ്റിക്കുന്നത്. 3, വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപികയെ ഒളിമറയത്ത് നിന്ന് പുഞ്ചിരി കാണിച്ച് കൃഷ്ണൻ പറ്റിക്കുന്നത്. രംഗത്ത് അരുന്ധതി ബി, വേദ സുരേഷ്, കീർത്തന, അസ്ന, അഭിനന്ദ, അശ്വിത. അറിയാതെ പോലെ
रे के ता रा का ता दा रे ता दा ना ता जो ता दिन रे ता कुन रे के ता रा का रे ता का ना का जम ता रे के ता ता का ता ता रे ता दा ना ता जो ता दिन रे ता कुन रे के ता ता का ता रे ता का ना का जम रे के ता रा ता 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 जन ता जम ता दिन ता कुन रे के ता 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 रे ता का ना का जम रे के ता रा ता 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 रे ता जन ना ता जम ता दिन रे को कुन रे के ता ता रा रे ता का ना का जम रे के ता रा ता 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 रे ता जन ना ता जम ता दिन रे को कुन रे के ता ता रा का रे ता का ना का जम रे के ता रा का ता ता रे ता जन ना ता जम ता दिन रे को कुन रे के ता ता रा ता ता का ना का जम ता रे के ता 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 जम ता दिन ता रे के ता का रे ता का ना का जम रे के ता 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 ना का जम ता दिन ता रे के ता ता का ना का जम रे के ता 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 ना का जम ता दिन ता रे के ता का रे ता का ना का जम रे के ता 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 ना का जम ता दिन ता रे के ता ता का ना का जम रे के ता 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 जम ता रे के दिन ता का ता का रे ता का ना जम रे के ता ता का रे ता जम ता रे के दिन ता का ता ता का ना का जम रे के ता 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 का रे ता का ना का जम रे के ता ता का रे ता रे ता का ना का जम रे का रे ता का ना का जम रे ता का ना का जम रे ता का ना का जम ता का ना का जम तद्दी हिन्ना ता का तद्दी हिन्ना ता का दिक्को तद्दी हिन्ना ता का ना का जम रे ता का ना का जम ता का ना का जम तद्दी हिन्ना ता का तद्दी हिन्ना ता का दिक्को तद्दी हिन्ना ता का ना का जम रे ता का ना का जम ता का ना का जम तद्दी हिन्ना ता का तद्दी हिन्ना ता का दिक्को तद्दी हिन्ना ता
எல்லாம்
Hare
பொங்கவே உள்ளும் பூரம் எங்கும் ஈசை பொங்கவே குழலூதும் அழகா கண்ணா குறைதீராயோ குழலூர் அழகா கண்ணா குறைதீராயோ குறைதீராயோ முழலோதும் அழகா கண்ணா குறைதீராயோ பெண்ணை உண்ணுவாயா ஒளியும் மாயா கள்வனும் நீயா கண்ணியனேயா கதிர்கள் தூயா உன்மனம் காயா அன்பெல்லாம் பொய்யா அகமுருகவே பெண்ணை உண்ணுவாயா ஒளியும் மாயா கள்வனும் நீயா கண்ணியனேயா கதிர்கள் தூயா உன்மனம் காயா அன்பெல்லாம் பொய்யா அகமுருகவே குழலோதும் அழகா கண்ணா குறைதீராயோ முழலோதும் அழகா கண்ணா குறைதீராயோ பதனி பதம பதம பகமணி கம சிவமரிக சரிக சரி சரி மம கமணி கம சனி கனி கரி கதனி பகரி பதனி கதம பதனி சிக குழலோதும் அழகா கண்ணா குறைதீராயோ குழலோதும் அழகா கண்ணா குறைதீராயோ முழுமதியை கண்ட கடலலை போலவும் குளிர் மழையில் நனையும் இளம் பயிர் போல எனது உயிரும் உடலும் உள்ளமும் நெகிழ் நீ வந்து மனமும் வந்து கரம் தந்து இன் முழுமதியும் கடலலை போலவும் குளிர் மழையில் நனையும் இளம் பயிர் போல எனது உயிரும் உடலும் உள்ளமும் நெகிழ் நீ வந்து மனமும் வந்து கரம் தந்து குழலோதும் அழகா கண்ணா குறைதீராயோ குழலோதும் அழகா கண்ணா குறைதீராயோ சாமா பதனி சானி கம மகரா ரேகமா பதனி சரி சாமா பதனி சானி கம மகரா ரேகமா பதனி சரி சரி கேமனு கம சா பதனி கம பதனி மணி கம மகரா பதனி குறைதீராயோ குழலோதும் அழகா கண்ணா குறைதீராயோ காணும் பொருளெல்லாம் உனையன்றி வேறேதும் காண எங்கும் மலர் பிழிகளொடு குழல் அசையும் முகமையில் இறகணியும் மனமோகனா அருகில் நீ வருகவே கருணவே கருணை புரியவே அன்புருவே ஆருயிரவா ஆனவா அகில மகிழ பவள இதழில் மொழியும் பொழுதோதும் அழகா கண்ணா குறைதீராயோ ஆணும் பொருளெல்லாம் உனையென்று சேரேதும் காண எங்கும் மலர் பிழிகளொடு குழல் அசையும் முகம்
അടുത്തതായി പദമാണ് വേദിയിൽ. വില്ലൊടിച്ച് സീതയെ വരിച്ച രാമന്റെ വിജയകഥ പാടുന്ന പദമാണ് അടുത്തത്. ഹംസനാദം രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പദം അവതരിപ്പിക്കുന്നത് അസ്ന റോസ്, വേദ സുരേഷ്, അശ്വിത, അഭിനന്ദ, കീർത്തന, അരുന്ധതി. കല്യാണ രാമ കല്യാണ രാമ രഘുരാമ രാമ കല്യാണ രാമ രഘുരാമ രാമ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല സീതാ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല സീതാ കല്യാണ രാമ രഘുരാമ രാമ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല സീത കല്യാണ രാമ ആഗത സുരവര മുനിജന സജ്ജന അഗണിത ജനഗണ ഘോഷിത മംഗള 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 രാഘവ രാമ രാമ രാഘവ രാമ രഘുരാമ രാമ രാഘവ രാമ രഘുരാമ രാമ 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 രാഘവ രാമ രഘുരാമ രാമ രാഘവ രാമ രഘുരാമ രാമ ജനക ജാരമണ മനോഹര സീതാ ജനക ജാരമണ മനോഹര സീതാ കല്യാണ രാമ രഘുരാമ രാമ കല്യാണ രാമ 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 തില്ലാനയാണ്. ചടുലമായ കോർവകൾ കോർത്തിണക്കി ചെറിയൊരു അഭിനയത്തോടു കൂടി അവസാനിക്കുന്നതാണ് തില്ലാന. ധനശ്രീ തില്ലാനയാണ് ചെയ്യുന്നത്. വേദിയിൽ വേദ സുരേഷ്, അസ്ന റോസ്, അശ്വിത, അഭിനന്ദ, അരുന്ധതി, കീർത്തന.
तै तिरगत गीत ध्वनि उदगति नाद्र कीट तो नाच रहे गोरी नाद्र कीट तो नाच रहे गोरी तै ध्वनि उदगति नाद्र कीट तो नाच रहे गोरी
ഒരു ഇനത്തോടു കൂടി നമ്മുടെ ഭരതനാട്യ കച്ചേരി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അടുത്തതായി മംഗളമാണ് ചെയ്യുന്നത്. ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ മംഗളം കുറിഞ്ചി രാഗത്തിലും തിസ്ര നട ആദി താളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. त्रिपुरदर्पभञ्जनाय त्रैलोक्यपूजिताय तुहिनगिरिसुतावराय सर्वमङ्गलम् त्रिपुरदर्पभञ्जनाय त्रैलोक्यपूजिताय तुहिनगिरिसुतावराय सर्वमङ्गलम् शङ्कराय साधुजनभशङ्कराय दुष्टजनभयङ्कराय भोगिभूषणाय मङ्गलम् शङ्कराय साधुजनभशङ्कराय दुष्टजनभयङ्कराय भोगिभूषणाय मङ्गलम् प्रदाय बालमुरळिगानमोहिताय मङ्गलं सदाशिवाय महितमङ्गलम् मङ्गलप्रदाय बालमुरळिगानमोहिताय मङ्गलं सदाशिवाय महितमङ्गलम् सर्वमङ्गलं जयमङ्गलं नित्यमङ्गलम् कर्मजं वा श्रवणनयनजं वा मानसं वा अपराधं विहितमविहितं वा सर्वमेव क्षमस्व जय जय करुणाब्धे श्रीमहादेव शम्भो श्रीमहादेव शम्भो शिवाय नमः ओम शिवाय नमः ओम शिवाय नमः. കുട്ടികളുടെ അരങ്ങേറ്റം പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്നതിന് വിശിഷ്ട അതിഥികളെ ക്ഷണിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ചടങ്ങുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റോബിൻ സാറ് ഈ കഴിഞ്ഞ കോന്നി ഫെസ്റ്റില് നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനൊരു അവസരം നൽകി.
ഈ നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ഡാൻസ് സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡാൻസ് സ്കൂളിന്റെ തുടക്കകാലം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന 3-ാം വാർഡ് മെമ്പർ ശ്രീ ആനന്ദവല്ലിയമ്മയെ ഈ പരിപാടിയിലേക്ക് ഡാൻസ് സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും ഡാൻസ് സ്കൂളിന് അതിനൊരു അവസരം നൽകുകയും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ 4-ാം വാർഡ് മെമ്പർ ശ്രീ ശങ്കർ വെട്ടൂരിനെ ഈ പരിപാടിയിലേക്ക് ഡാൻസ് സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത യൂട്യൂബറും കുട്ടികളുടെ പ്രിയങ്കരിയുമായ ബബിത കമല ഈ പരിപാടിയിലേക്ക് ഡാൻസ് സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റായ ഹരിചേട്ടനെ ഈ മഹനീയ സാന്നിധ്യത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി റോബിൻ പീറ്റർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ശിവരാത്രി മഹോത്സവത്തോട് അനുബന്ധമായി ഈ ധന്യമായ അനുഗ്രഹീതമായ ഈ ക്ഷേത്രസന്നിധി നമുക്കെല്ലാം പ്രിയപ്പെട്ട ആര്യയുടെ ശിക്ഷണത്തിൽ അവരുടെ നൃത്താഭ്യാസം പൂർത്തീകരിച്ച് ഇന്ന് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന ഈ കൊച്ചു കലാകാരികൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നന്മയും ഇവിടെ പ്രാർത്ഥനാപൂർവം നേരുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ട ആര്യയെ പോലെയുള്ള കലാകാരികൾക്ക് വളർന്നു വരുന്ന പുത്തൻ തലമുറയിൽപ്പെട്ട കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ എത്തരത്തിലേക്ക് കൈപിടിച്ചുയർത്താനും അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രിയപ്പെട്ട ആര്യ ഏതാണ്ട് 1 വർഷക്കാലമായി പുളിമുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡാൻസ് സ്കൂള് അതിന് നേതൃത്വം നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ ഈ ഗ്രാമത്തിന് പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവർക്ക് കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ആ ഡാൻസ് സ്കൂളിലേക്ക് വരുന്നതിനും കല അഭ്യസിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. കലാപരമായ കഴിവുകൾ എന്ന് പറയുന്നത് ഈശ്വരൻ അനുഗ്രഹീതമായി നൽകുന്ന വരദാനമാണ്. തീർച്ചയായും ഈ കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിച്ച എല്ലാ നൃത്തങ്ങളും നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അവരിൽ ഒട്ടേറെ കഴിവുകൾ അവരിൽ അന്തർലീനമായിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരം നല്ല കഴിവുകൾ അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും മാതാപിതാക്കന്മാർ തുടർന്നും ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഇളവളൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചോളം ചരിത്രാതീതമായ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ കെട്ടുകാഴ്ചയും ഈ ശിവരാത്രി മഹോത്സവത്തോട് അനുബന്ധമായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം തേടിപ്പോകുന്നത്. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ആര്യയെയും ആര്യ ഇവിടെ നൃത്തം അഭ്യസിപ്പിച്ച് ഇവിടെ അരങ്ങേറ്റം കുറിച്ച എല്ലാ കൊച്ചു കലാകാരികൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും ഇവിടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദരപൂർവ്വം ആനന്ദവല്ലി മെമ്പറെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനീയനായ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ അവറുകൾ, നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള 4-ാം വാർഡിൻ്റെ മെമ്പർ ബഹുമാനീയനായ വി ശങ്കർ, ഇളവള്ളൂർ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ബഹുമാനീയനായ ശൈലജ് കുമാർ, ബ്രദൻ ഡാൻസ് അക്കാദമിയുടെ ഏറ്റവും പ്രിയമുള്ള ആര്യ, ഇന്നിവിടെ നൃത്തത്തിന് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇന്നത്തെ നമ്മുടെ മഹാശിവരാത്രിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, ബ്രദൻ ഡാൻസ് അക്കാദമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ
പ്രമാടം ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിലെ അഭിമാനപരമായ ഒരു നൃത്ത അക്കാദമിയാണ് ദ്രുതം ഡാൻസ് അക്കാദമി. ഒരിക്കലും എനിക്ക് ആര്യയെക്കുറിച്ച് ഇത്രയും നല്ലൊരു കലാകാരിയായിരുന്നോ ആര്യ എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആര്യ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചുകുട്ടിയായി ഈട്ടുമുട്ടിപ്പടിയിൽ താമസം ആരംഭിക്കോ ആര്യയിൽ ഇത്രയുള്ള കഴിവുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വളരെയേറെ സംശയമുണ്ടായിരുന്നു. നമുക്കറിയാം, പ്രമാണത്തിൻ്റെ കോന്നി ഫസ്റ്റ് നടക്കുന്ന വേളയിൽ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നൃത്തം അവതരിപ്പിക്കുവാൻ ആര്യ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഈ ഉത്സവ കാലവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള ഭാരവാഹികൾ ഏറ്റെടുത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്തതിൽ ഏറെ നന്ദി ഈ 3-ാം വാർഡിൻ്റെ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അറിയിക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ ദ്രുതം ഡാൻസ് അക്കാദമിയിൽ എനിക്ക് അതിശയം തോന്നി. ഈ വേദിയിൽ കുട്ടികളുടെ എനിക്ക് കാല് വയ്യാത്ത അവസ്ഥയിൽ പോലും എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാം കാണണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേർന്നു. തീരുന്നവരെയും എനിക്ക് ഇരിക്കുവാൻ സാധിച്ചു. കുട്ടികൾ നല്ല രീതിയിൽ നല്ല കഴിവുകൾ പ്രകടിപ്പിച്ച് എനിക്ക് തോന്നുന്നു ഇതിലുള്ള കുട്ടികൾ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ കേരളോത്സവത്തിലും ഒക്കെ നമ്മുടെ പഞ്ചായത്തിനെ കലാപരമായിട്ട് പഞ്ചായത്തിനെ പ്രോത്സാഹിപ്പിക്കുവാൻ അല്ലെ പഞ്ചായത്തിൻ്റെ അഭിമാനം ഉയർത്തി കാണിക്കുവാൻ ദ്രുതം ഡാൻസ് അക്കാദമിയിലെ കുട്ടികൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്നും നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മഹാശിവരാത്രിക്ക് എല്ലാവിധ നമുക്കറിയാം, നമ്മുടെ പ്രദേശം എന്ന് മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ തന്നെ ഇന്ന് മഹാശിവരാത്രിയിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഒരുപാട് ജനത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കാണുവാനും വൈകിയ വേളയിലും എല്ലാവരും സഹകരിച്ചു വന്നു. അതിൽ വളരെ അഭിമാനിക്കുന്നു. പ്രമാടം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനം കൂടി ഈ ദ്രുതം ഡാൻസ് അക്കാദമിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റായ ശൈലേഷ് സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാശിവരാത്രി ദിവസമായ ഇന്ന് ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നദ്ധിയിൽ അരങ്ങേറ്റം കുറിച്ച എല്ലാ കുട്ടികൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുമാതിരി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇളകള്ളൂർ ശ്രീ മഹാദേവന്റെ നാമധേയത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കറിയാം, നമ്മുടെ പ്രിയ കുട്ടികളുടെ മനോഹരമായ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേദി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട മെമ്പർ ശങ്കരനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം പ്രിയപ്പെട്ട റോബിൻ സാർ അവർകൾ, 3-ാം വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീമതി ആനന്ദവല്ലി അമ്മ അവർകൾ, പ്രിയപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശൈലേഷ് കുമാർ അവർകൾ, പ്രശസ്ത യൂട്യൂബ് ഫെയിം ബബിത ബബി അവർകൾ, ഈ ദ്രുതം ഡാൻസ് അക്കാദമിയുടെ ഗുരുനാഥ കുമാരി ആര്യ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഇന്നിവിടെ അരങ്ങേറ്റം കുറിച്ച കുഞ്ഞുങ്ങൾ, രക്ഷകർത്താക്കൾ, ഈ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. മഹാശിവരാത്രി ദിനമായ ഇന്ന് പുളിമക്ക് ദ്രുതം ഡാൻസ് അക്കാദമിയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്നിവിടെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ശിവതാണ്ഡവം. അതുപോലെ തന്നെ മഹത്തരമായ ആ ദിവസത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു സന്നിധിയിൽ അർദ്ധനാരീശ്വരന്മാർ ഇളകൊള്ളൂര് മഹാദേവ ക്ഷേത്രത്തിൽ
അരങ്ങേറ്റം കുറിക്കുവാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദ്രുതം ഡാൻസ് അക്കാഡമി നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം പിന്നിടുകയാണ്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കറിയാം, ഒരു അരങ്ങേറ്റം, ഒരു ഡാൻസ് പഠിച്ച് ഒരു അരങ്ങേറ്റം കുറിക്കുമ്പോൾ ലക്ഷങ്ങളാണ് വേണ്ടി വരുന്നത്. നമുക്കെല്ലാം അറിയാം. ആ കാരണത്താൽ പലരും ഡാൻസ് പഠിപ്പിക്കാൻ കുട്ടികളെ തയ്യാറാക്കത്തില്ല, ആ ലക്ഷത്തിന്റെ കണക്കുകൊണ്ട്. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പഠിപ്പിച്ച് വളരെ തുച്ഛമായ തുകയിൽ അവരെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഇന്നിവിടെ. അപ്പൊ എന്തുകൊണ്ടും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ മികവുറ്റ രീതിയിൽ കുറച്ച് ഡാൻസ് ഇവിടെ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ രീതിയിൽ അവരെ അഭ്യസിപ്പിച്ച് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന കുമാരി ആര്യയ്ക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ കോന്നി ഫെസ്റ്റില് ദ്രുതം ഡാൻസ് അക്കാഡമിക്ക് പരിപാടി അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നദീ പ്രദർശനം ചെയ്യുന്ന പ്രശസ്തമായ വലഞ്ചൂഴി ദേവി ക്ഷേത്രത്തില് ദ്രുതം ഡാൻസ് അക്കാഡമി പ്രോഗ്രാം അവതരിപ്പിച്ചു. അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്ന, നമ്മുടെ നാടിന് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ദ്രുതം ഡാൻസ് അക്കാഡമി ഇനിയും അതിലെ കുഞ്ഞുങ്ങൾ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനെ കൊണ്ട് അവസരം തന്നതിന് ഇതിൻ്റെ മാനേജ്മെന്റിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിനെ ധന്യമാക്കിക്കൊണ്ട് ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന യൂട്യൂബർ ബബിതയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എനിക്കിങ്ങനെ പ്രസംഗിച്ചൊന്നും വലിയ പരിചയമൊന്നുമില്ല. അപ്പം അതിൻ്റേതായൊരു വൈക്ലഭ്യമുണ്ട്. എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു, കുറച്ചൊക്കെ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് വൈറലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ആര്യ എന്നെ ക്ഷണിച്ചത്. ക്ഷണം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നെയൊക്കെ വിളിച്ചല്ലോ. അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ വന്നു, എന്നോട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി. ഒരുപാട് സന്തോഷം. ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ 5 വർഷം കൊണ്ട് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. മാത്രമല്ല എന്നെ ഇപ്പോൾ ഓൺലൈൻ വഴി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടീച്ചർ കൂടിയാണ്. അവൾ വിളിക്കുമ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു. അവിടെ വന്നിരുന്ന് ഈ ഡാൻസ് കണ്ടപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, അത്രയും ആസ്വദിച്ചിരുന്ന് കണ്ടു. എത്ര മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് ഡാൻസ് ചെയ്തത്. അവരുടെയൊക്കെ മുന്നിലൊരു ലക്ഷ്യമുണ്ടാവണം, നല്ല ഒരു പാഷൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരുപാട് ഒരു 100 പേർക്ക് കലാപരമായ വാസനയുണ്ടെങ്കിൽ അതിലൊരു 10 പേർക്കായിരിക്കും അത് അഭ്യസിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അതിലും ഒരു 2-3% ആൾക്കാർക്കായിരിക്കും നല്ലൊരു ഗുരുവിനെ കിട്ടുന്നത്. അപ്പം ആ ഒരു 2-3 നല്ലൊരു ഗുരുവിനെ കിട്ടിയ കുട്ടികളാണ് ഇവിടെ വന്ന് ഇന്ന് നമുക്ക് മുന്നിൽ പെർഫോം ചെയ്തത്. ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നിരിക്കുന്നത് നല്ലൊരു നർത്തകിയാവാനും നല്ല കലാകാരികളാവാനും വേണ്ടിയിട്ടാണ്. ജഗദീശ്വരൻ അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്ന കുട്ടികളാണ്. എല്ലാ മനുഷ്യരെ കൊണ്ടും പറ്റത്തില്ല ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും. എല്ലാ മനുഷ്യർക്കും ആ കഴിവില്ല. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന കഴിവാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കള്, അതുപോലെ അവർക്ക് അത്രയും ഭാഗ്യത്തോടെ കിട്ടുന്ന ഒരു ഗുരു, അതെല്ലാം കഴിഞ്ഞ് കിട്ടിയ കുട്ടികളാണ്. അപ്പോൾ അവരിനിയും മുൻപോട്ട് പോവുക. ഒരുപാട് നല്ല വേദികൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എനിക്കും ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനും ഡാൻസ് പഠിച്ച് നാളെ ഞാനും ഇങ്ങനെ ഒരു അരങ്ങേറ്റമൊക്കെ നടത്തി വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു. ഇവിടെ പങ്കെടുത്ത കലാകാരികളുടെ രക്ഷകർത്താക്കൾ ഈ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. നമുക്കിവിടെ പങ്കെടുത്ത കലാകാരികൾക്ക്
അവർക്ക് നമ്മുടെ രീതിയിലുള്ള ചെറിയൊരു ട്രോഫി നൽകി അവരെ ആദരിക്കുന്നതാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അപേക്ഷിക്കുകയാണ്. കുട്ടികളുടെ രക്ഷകർത്താക്കൾ സ്റ്റേജിലേക്ക് കടന്നു വരണം. ധൃതം ഡാൻസ് അക്കാദമിയിൽ നിന്നും അരങ്ങേറ്റം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് നാട്യമയൂരി എന്നൊരു ടൈറ്റിലുണ്ട്. അതും മൊമെന്റോയുമാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിനന്ദ രാജേഷ്. അടുത്തതായി അരുന്ധതി ബി. സമ്മാനം നൽകുന്നതിന് വേണ്ടി മെമ്പർ ശങ്കരനെ ക്ഷണിച്ചുകൊള്ളുന്നു. കീർത്തന. അടുത്ത സമ്മാനദാനം നൽകുന്നതിന് വേണ്ടി ആനന്ദവല്ലി മെമ്പറെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഷ്ന. അശ്വത. സമ്മാനദാനം നൽകുന്നതിന് വേണ്ടി ബബിത മേഡത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് കീർത്തന. ഞാൻ കുളിമുക്ക് ധൃതം ഡാൻസ് അക്കാദമിയിലെ സ്റ്റുഡൻ്റ് ആണ്. ആദ്യം തന്നെ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. കാരണം 6 വർഷത്തോളം പഠിച്ച് നടത്തേണ്ട അരങ്ങേറ്റം ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ കളിച്ച് ഇവിടെ നടത്തിയിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഡാൻസ് അധ്യാപികയായ ആര്യ ടീച്ചറിൻ്റെ വലിയൊരു സപ്പോർട്ടും എഫേർട്ടും കൂടി കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഈ വേദി ഒരുക്കി തന്ന ഈ അമ്പലത്തിലെ ഭാരവാഹികളോടും ഞങ്ങളുടെ പ്രോഗ്രാം കാണാനെത്തിയ വിശിഷ്ട അതിഥികളോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ പിന്നറയിൽ പ്രവർത്തിച്ച ആളുകളെ നമുക്കൊന്ന് ആദരിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും കുട്ടികളെ വളരെ മനോഹരമായി മേക്കപ്പ് ചെയ്യുന്ന ശ്രീ വിനോദ് എറണാകുളത്തെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ശ്രീ സജിത്ത് പുളിമുക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടത്തുവാൻ അവസരം ഒരുക്കി തന്ന എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ കുട്ടികളുടെയൊക്കെ അനുഗ്രഹം നൽകാനെത്തി വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.